നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈകിട്ട് 7:15 കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മോദി. പുതിയ NDA സർക്കാരിൽ ആഭ്യന്തരവും ധനം, പ്രതിരോധം, വിദേശകാര്യം എന്നീ പ്രധാന വകുപ്പുകളും BJP തന്നെ കൈവശം വയ്ക്കും എന്നാണ് വിവരം. ഈ വകുപ്പുകൾക്കായി സഖ്യകക്ഷികൾ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിലും BJP വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ BJPയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും. സത്യത്തിൽ ഇതുവരെയും പല മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആരൊക്കെയാണ് മന്ത്രിമാരാകാൻ പോകുന്നത് എന്നുള്ള അവസാന ലിസ്റ്റ് പോലും ഇറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം BJP പോലെയുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് അവർ രഹസ്യമായി ഒരു കാര്യം സൂക്ഷിക്കണമെന്ന് കരുതിയാൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അവസാന നിമിഷം വരെ മോദി കാത്തുവെച്ചിരിക്കുന്ന ട്വിസ്റ്റ് എന്താണെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കണ്ടറിയുമ്പോൾ മാത്രമേ അതിന്റെ സത്യാവസ്ഥകൾ, സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ അവലോകനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന് മനസ്സിലാക്കുന്നു. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ആ കേരള സ്വഭാവം ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതായത് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ കേന്ദ്രമന്ത്രിയാകുമോ എന്നതിൽ പോലും ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത നമുക്ക് വരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് സുരേഷ് ഗോപിയാണെന്ന് അറിയുന്നു. മറ്റൊന്ന് ആര്, രാജീവ് ചന്ദ്രശേഖരനാണോ V മുരളീധരനാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതും കണ്ടറിയേണ്ടതുണ്ട്. അതായത് അത്തരത്തിൽ കേഡർ സ്വഭാവം സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ BJPയിൽ നിന്നുള്ള ഒരു രഹസ്യവും പുറത്തേക്ക് പോവുകയില്ല എന്നത് ഉറപ്പാണ്. എന്തായാലും TDPയിൽ നിന്ന് റാം മോഹൻ നായിഡു, ഡോക്ടർ ചന്ദ്രശേഖര പെമ്മസനി എന്നിവർക്കാണ് മുൻതൂക്കം. JDUവിൽ നിന്ന് ലലൻ സിംഗ്, സഞ്ജയ് കുമാർ, രാംനാഥ് ഠാക്കൂർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. JDUവിന് ഒരു സഹമന്ത്രി കൂടി ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. LJP അധ്യക്ഷൻ ചിരാഗ് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടുണ്ട്. RLDയുടെ ജയന്ത് ചൌധരി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളും മന്ത്രിസഭയിൽ ഉണ്ടാകും. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.